നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർണാടകയിൽ വീണ്ടും തോക്ക് ചൂണ്ടി വൻ കവർച്ച. മംഗളൂരു KC റോട്ടിലെ കോട്ടക്കാർ സഹകാരി ബാങ്കിൽ നിന്നും മുഖംമൂടി ധരിച്ചെത്തിയ ആയുധധാരികളായ സംഘം 12 കോടിയോളം രൂപയുടെ സ്വർണവും പണവും കൊള്ളയടിച്ചു. സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കാഴ്ച സാംസ്കാരിക വേദിയുടെ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പുരസ്കാര വിതരണം നിർവഹിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ പുല്ലൂർ പെരിയ ഡിവിഷൻ കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മലിനീകരണ പ്രശ്നം ചൂണ്ടിക്കാട്ടി തൃക്കരിപ്പൂർ ബീച്ച് ഏരിയയിലെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ 4 മാസമായി അടഞ്ഞുകിടക്കുന്ന ബീച്ച് ഏരിയയിലെ മത്സ്യവിപണന കേന്ദ്രത്തിന്റെ പേരിലുള്ള തർക്കത്തിന് പരിഹാരമാവുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് വടംവലി ചാമ്പ്യൻഷിപ്പ് നടന്നു. വാശിയേറിയ വടംവലി മത്സരത്തിൽ മുന്നാട് പീപ്പിൾസ് കോളേജ് ജേതാക്കളായി. 2 പതിറ്റാണ്ടായി തൃക്കരിപ്പൂർ ചെറുകാനം ഗ്രാമത്തിൽ പ്രവർത്തിച്ചു വരുന്ന ജനക്ഷേമ സമിതി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് നിർമ്മിച്ച കെട്ടിടോദ്ഘാടനം ജനുവരി 18-ന് നടക്കും. കേരളത്തിൽ ആദ്യമായി ജയിലിലെ താമസക്കാർക്കായി സുംബ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം മാർച്ച് 4 മുതൽ 9 വരെ തീയതികളിൽ നടക്കും. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. മടിയൻ സത്യക്കഴകം കണ്ണച്ചൻ വീട് തറവാട് കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ വിശദമായി. കർണാടകയിൽ വീണ്ടും തോക്കു ചൂണ്ടി വൻ കവർച്ച. മംഗളൂരു KC റോട്ടിലെ കോട്ടക്കാർ സഹകാരി ബാങ്കിൽ നിന്നും മുഖംമൂടി ധരിച്ചെത്തിയ ആയുധധാരികളായ സംഘം 12 കോടിയോളം രൂപയുടെ സ്വർണവും പണവും കൊള്ളയടിച്ചു. സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. മംഗളൂരു KC റോഡിലെ കോട്ടക്കാർ സഹകാരി ബാങ്കിൽ പട്ടാപ്പകലാണ് വൻ കവർച്ച. മുഖംമൂടി ധരിച്ചെത്തിയ 5-അംഗ സംഘം ജീവനക്കാരെ തോക്കു ചൂണ്ടി ബന്ദികളാക്കിയാണ് കവർച്ച നടത്തിയത്. സ്വർണവും പണവും ഉൾപ്പെടെ 12 കോടിയോളം രൂപയുടെ കവർച്ച നടന്നതായാണ് പ്രാഥമിക നിഗമനം. കേരള കർണാടക അതിർത്തിയിലെ ടോൾ ഗേറ്റിന് സമീപത്തായാണ് കോട്ടക്കാർ സഹകാരി ബാങ്ക്. കവർച്ച നടക്കുന്ന സമയത്ത് 5 ജീവനക്കാരാണ് ബാങ്കിലുണ്ടായിരുന്നത്. തോക്ക്, വടിവാൾ, കത്തി എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കറുത്ത ഫിയറ്റ് കാറിലാണ് സംഘം എത്തിയത്. സംഘം ഹിന്ദിയിലായിരുന്നു സംസാരിച്ചിരുന്നതെന്ന് ജീവനക്കാർ മൊഴി നൽകി. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതായി കർണാടക സ്പീക്കർ UT ഖാദർ പറഞ്ഞു. ಕೋಟೆಕಾರ್ ಸಹಕಾರಿ ಕೋಆಪರೇಟಿವ್ ಸೊಸೈಟಿ ಇದರಲ್ಲಿ ಇವತ್ತು ಮಧ್ಯಾಹ್ನ ಬಹುಶಃ ಯಾರು ಕೂಡ ಇವತ್ತು ಜನರು ಕಡಿಮೆ ಇದ್ದ ಸಂದರ್ಭದಲ್ಲಿ ಬಂದು ಇವತ್ತು ಬೆದರಿಸಿ ತಲ್ವಾರ್ ಮತ್ತು ಇವತ್ತು ಆ ಒಂದು ಜನಗಳನ್ನು ತೆಗೆದುಕೊಂಡು ಬೆದರಿಸಿ ರೂಢಿ ಮಾಡಿ ರೆಕಾರ್ಡ್ ಮಾಡಿ ಇವತ್ತು ದರೋಡೆ ಮಾಡಿ ಹೋಗಿದ್ದಾರೆ. ಬಹುಶಃ ಈಗಾಗಲೇ
ನಾವಿಲ್ಲಿ ಬಂದು ಈಗಾಗಲೇ ಅಧ್ಯಕ್ಷರು ಶೆಟ್ಟಿ ಮತ್ತು ಅಪಸಾರಿ ಉಪಾಧ್ಯಕ್ಷರು ಆಡಳಿತ ಸಮಿತಿ ಎಲ್ಲರೂ ಇಂದು ಚರ್ಚೆ ಮಾಡಿದ್ದೇವೆ. ಒಂದು, ಪೊಲೀಸ್ ಇಲಾಖೆ ಸಂಪೂರ್ಣ ಸಹಕಾರ ಕೊಡುವುದು. ಪೊಲೀಸ್ ಇಲಾಖೆಯವರು ಸ್ಪೆಷಲ್ ಟೀಮ್ ಇದಕ್ಕೆ ಮಾಡಿಕೊಂಡು ಆನೆಸ್ಟ್ ಅಧಿಕಾರಿಗಳನ್ನು ಸಿಬ್ಬಂದಿಗಳನ್ನು ಹಾಕಿ ಆದಷ್ಟು ಬೇಗನೆ ಪತ್ತೆ ಹಚ್ಚಲು ಕ್ರಮ ಕೈಗೊಳ್ಳುವುದು ಮಾತ್ರ ಅಲ್ಲ, ಇನ್ನು ಮುಂದೆ ಈ ರೀತಿಯ ಈ ದರೋಡೆಕೋರರಿಗೆ ಧೈರ್ಯ ಬರದ ರೀತಿಯಲ್ಲಿ ಕ್ರಮ ಕೊಡಬೇಕು ಅಂತ ಹೇಳಿ ಕೂಡ ನಾವು ಸೂಚಿಸ್ತೇವೆ. ಪೊಲೀಸ್ ಇಲಾಖೆ ಈಗಲೇ ಅದಕ್ಕೆ ಸನ್ನದ್ಧರಾಗಿ ಈಗಾಗಲೇ ಬೇಕಾದ ಎಲ್ಲ ಅಲರ್ಟನ್ನು ಕೂಡ ಇವತ್ತು ನಮ್ಮ 4 ಸುತ್ತಮುತ್ತಲ ಪ್ರಮುಖ ರಸ್ತೆಗಳು ಮತ್ತು ನಮ್ಮ ಕೇರಳ ಗಡು ಭಾಗದ ರಸ್ತೆಗಳು ಎಲ್ಲವೂ ಕೂಡ ಮಾಹಿತಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಚೆಕ್ ಪೋಸ್ಟಲ್ಲಿ ಇವತ್ತು ಸೂಚನೆ ಕೊಟ್ಟಿದ್ದಾರೆ. ಅದರಲ್ಲಿ CC ಕ್ಯಾಮೆರಾ ಚೆಕ್ ಮಾಡಿ ಈಗಾಗಲೇ ಪ್ರಾರಂಭ ಮಾಡಿ ನಮಗೆ ವಿಶ್ವಾಸ ಇದೆ ಆದಷ್ಟು ಶೀಘ್ರದಲ್ಲಿ ಇದನ್ನು ಪೊಲೀಸರು ಪತ್ತೆ ಹಚ್ತಾರೆ ಅಂತೇಳಿ ನಾವು ಊರವರು ಸರ್ವರು ಸಹಕಾರ ಕೊಡಬೇಕು ಮತ್ತು ഗർഭിണിയാകാൻ സമാധാനം ഇരಬೇಕು ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತೇವೆ. 25-നും 35-നും ഇടയിൽ പ്രായമുള്ളവരാണ് കവർച്ച നടത്തിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പ്രതികളെത്തിയ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. സംഭവത്തിന് ശേഷം സംഘം മംഗളൂരു ഭാഗത്തേക്കാണ് കടന്നുകളഞ്ഞതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരു ബീദറിൽ 2 സുരക്ഷാ ജീവനക്കാരെ വെടിവെച്ച് 94 ലക്ഷം രൂപ കവർച്ച നടത്തിയത്. SBI ബാങ്കിന്റെ ATMിലേക്ക് നിറയ്ക്കാൻ കൊണ്ടുവന്ന പണമായിരുന്നു കവർന്നത്. മുഖംമൂടി ധരിച്ച് ബൈക്കിലെത്തിയ സംഘം പിന്നീട് പണവുമായി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ പ്രതികളെ പിടികൂടുന്നതിനായി ഊർജിതമായ അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് മംഗളൂരുവിൽ സമാനമായ സംഭവം നടന്നത്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കാഴ്ച സാംസ്കാരിക വേദിയുടെ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പുരസ്കാര വിതരണം നിർവഹിച്ചു. ഭരണഘടനയുടെ 4ാം തൂണായ മീഡിയയെ സംരക്ഷിച്ചു നിർത്തേണ്ട കടമ സമൂഹത്തിനുണ്ടെന്ന് MP അഭിപ്രായപ്പെട്ടു. കാഴ്ച സാംസ്കാരിക വേദിയുടെ മാധ്യമ പുരസ്കാര വിതരണം കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാഴ്ച സാംസ്കാരിക വേദിയുടെ സ്ഥാപക ഭാരവാഹിയും ഇന്ത്യൻ എക്സ്പ്രസ് കാസർഗോഡ് ബ്യൂറോ ചീഫുമായിരുന്ന പ്രമുഖ പത്രപ്രവർത്തകൻ കളത്തിൽ രാമകൃഷ്ണന്റെ പേരിലുള്ള 2ാമത് പുരസ്കാരം മാതൃഭൂമി കണ്ണൂർ യൂണിറ്റിലെ സ്റ്റാഫ് റിപ്പോർട്ടർ PP ലിബീഷ് കുമാറിനും കാസർഗോഡിന്റെ സ്പന്ദനങ്ങളറിഞ്ഞ് മാധ്യമപ്രവർത്തനം നടത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിയുടെ പേരിലുള്ള പ്രഥമ അവാർഡ് ഉത്തർദേശം ന്യൂസ് എഡിറ്റർ TA ഷാഫിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ MP സമ്മാനിച്ചു. മാധ്യമപ്രവർത്തകൻ സമൂഹത്തിൽ ഒഴിച്ചുകൂടാനാവാത്തവരാണെന്ന് MP അഭിപ്രായപ്പെട്ടു. ഭരണഘടനയുടെ 4ാം തൂണായ മീഡിയയെ സംരക്ഷിച്ചു നിർത്തേണ്ട കടമ സമൂഹത്തിനുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഈ 4 തൂണുകളിൽ 4ാം തൂണാണെങ്കിലും അതിൽ പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം പത്രപ്രവർത്തനത്തിലാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ചേരപിടുത്തക്കാരെ കാണുമ്പോൾ ചേര ഓടുന്ന പോലെ ഓടുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ മാധ്യമങ്ങളെ അപമാനിക്കുക, അവഹേളിക്കുക, അവിടെ സ്വാതന്ത്ര്യത്തെ കൈകടത്തുക എന്നുള്ള ചില നയങ്ങളും വെച്ച് പുലർത്തുന്ന ചില ഭരണാധികാരികളും നമ്മുടെ നാട്ടിൽ. വളരെ സാഹസികമായ ഒന്നാണ് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. വിമർശനങ്ങളെ ഭയപ്പെടുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വിമർശനങ്ങൾ ആസ്വദിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ആസ്വാദന ശേഷിയാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലനിൽപ്പും ജനാധിപത്യത്തിൻ്റെ അപകടകരമല്ലാത്ത ഒരു വ്യവസ്ഥിതിയുമൊക്കെ ഉള്ളത്. കാഴ്ച സാംസ്കാരിക വേദി പ്രസിഡന്റ് അഷ്റഫ് കൈന്ദാർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പത്രപ്രവർത്തകരായ ദേവദാസ് പാറക്കട്ട, അശോകൻ നിറച്ചാൽ, അശോകൻ കറന്തക്കാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം മുഖ്യാതിഥിയായിരുന്നു. രവീന്ദ്രൻ രാവണേശ്വരം, കളത്തിൽ രാമകൃഷ്ണൻ അനുസ്മരണവും VV പ്രഭാകരൻ, ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി അനുസ്മരണവും നടത്തി. AP വിനോദ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. TA ഷാഫി, PP ലിബീഷ് കുമാർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. കാഴ്ച സാംസ്കാരിക വേദി സെക്രട്ടറി ഷാഫി തിരുവത്ത് സ്വാഗതവും KV പത്മേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓട്ടോ തൊഴിലാളി യൂണിയൻ പുല്ലൂർ പെരിയ ഡിവിഷൻ കൺവെൻഷൻ നടന്നു. AK നാരായണൻ നഗറിൽ നടന്ന കൺവെൻഷൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ പുല്ലൂർ പെരിയ ഡിവിഷൻ കൺവെൻഷൻ സഖാവ് AK നാരായണൻ നഗറിൽ ഡിവിഷൻ പ്രസിഡന്റ് സഖാവ് MK രാജന്റെ അധ്യക്ഷതയിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സഖാവ് PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സാഹചര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നല്ല ബോധ്യമുള്ളതാണ്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 10 വർഷക്കാലം ഭരണം നടത്തി വീണ്ടും
ഇപ്പോൾ അധികാരത്തിൽ കയറിയിരിക്കുകയാണ്. ഓരോ 5 വർഷക്കാലം കഴിയുമ്പോഴും നമ്മൾ കരുതും ഈ ഭരണത്തിനെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയണം എന്നത്. നിർഭാഗ്യവശാൽ ഇപ്രാവശ്യം ഭരണത്തിനെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിലും ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക്, അത് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന BJPക്കും നരേന്ദ്രമോദിക്കും അത്തരത്തിലുള്ള ഒരു പ്രവണതകളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയാത്ത വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ആധിപത്യം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. കാരണം നേരത്തെയുള്ള ആധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ചർച്ച ചെയ്യാതെ ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അത് പാർലമെന്റിനകത്തും അതുപോലെ തന്നെ രാജ്യസഭകത്തും അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന പ്രവണതയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് പോകുന്ന അംഗബലം കുറക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ ഇടപെടൽ പൊതുപ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, കേരളത്തിന് പുറമെ. യൂണിയൻ ഏരിയ പ്രസിഡന്റ് സഖാവ് M. പൊക്ലൻ, യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഖാവ് UK പവിത്രൻ, യൂണിയൻ ഏരിയ സെക്രട്ടറി സഖാവ് CH കുഞ്ഞമ്പു എന്നിവർ അഭിവാദ്യം ചെയ്തു. ഡിവിഷൻ സെക്രട്ടറി സഖാവ് KV സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും, സഖാവ് സതീഷ് കുമാർ പെരിയ രക്തസാക്ഷി പ്രമേയവും, സഖാവ് U. പ്രകാശൻ വരവ് ചെലവ് കണക്കും അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. മലിനീകരണ പ്രശ്നം ചൂണ്ടിക്കാട്ടി തൃക്കരിപ്പൂർ ബീച്ച് ഏരിയയിലെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ 4 മാസമായി അടഞ്ഞുകിടക്കുന്ന ബീച്ചേരി മത്സ്യവിപണന കേന്ദ്രത്തിന്റെ പേരിലുള്ള തർക്കത്തിന് പരിഹാരമാവുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം പോലീസിന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗ തീരുമാനപ്രകാരം പ്രദേശത്തെ കുടിവെള്ള സാമ്പിൾ പരിശോധനയ്ക്കയച്ചു. ബീരിച്ചേരി റെയിൽവേ ഗേറ്റിന് സമീപം കഴിഞ്ഞ 4 വർഷത്തോളമായി പ്രവർത്തിച്ചു വന്നിരുന്ന മത്സ്യവില്പന കേന്ദ്രത്തിൽ നിന്നും മലിനീകരണ പ്രശ്നമുണ്ടെന്ന് കാട്ടി ഒരു വിഭാഗം നാട്ടുകാർ പ്രതിഷേധവുമായി 6 മാസം മുൻപാണ് രംഗത്ത് വന്നത്. 2 തവണ ഇരുഭാഗത്തുള്ളവരും തമ്മിൽ ചർച്ചയ്ക്ക് പോലീസും വ്യാപാര സംഘടനകളും നേതൃത്വം വഹിച്ചിരുന്നുവെങ്കിലും പ്രശ്നപരിഹാരമുണ്ടായില്ല. ഇതിനെ തുടർന്ന് മത്സ്യവിപണന കേന്ദ്രം ഉടമകൾ ഹൈക്കോടതിയിൽ നിയമ നടപടി തുടങ്ങുകയും ചെയ്തു. ഇതോടെ ബീരിച്ചേരിയിൽ രൂപം കൊണ്ട പ്രതിഷേധ കൂട്ടായ്മ സമരം ആരംഭിക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ തീരുമാനം വിപണന കേന്ദ്രത്തിന്റെ ഉടമകൾക്ക് അനുകൂലമായതോടെ പിന്നീട് കേന്ദ്രം തുറക്കാൻ ശ്രമം തുടങ്ങിയതോടെ വീണ്ടും തർക്കം ഉടലെടുത്തു. വിപണന കേന്ദ്രത്തിന്റെ മോട്ടോറും നെയിം ബോർഡും ഉൾപ്പെടെ നാശം വരുത്തിയെന്ന പരാതിയിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ 15 പേർക്കെതിരെ ചന്തേര പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം വ്യാഴാഴ്ച രാവിലെ ഉടമകൾ സ്ഥാപനത്തിലേക്ക് മത്സ്യവിപണനത്തിന് മിനി ലോറിയിൽ എത്തിച്ചതോടെ പ്രതിഷേധ കൂട്ടായ്മ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തടയുകയും പോലീസ് ഇടപെടുകയുമായിരുന്നു. വൈകുന്നേരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയുടെ നേതൃത്വത്തിൽ കാര്യാലയത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളുടെ പ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരും ചർച്ചയ്ക്ക് അവസരമുണ്ടായതോടെയാണ് അനുനയ സാധ്യത തുറന്നത്. ബീരിച്ചേരിയിലെ മത്സ്യവിപണന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന ഉടമകളുടെ ആവശ്യത്തിൽ പരിസരത്തെ 5 വീടുകളിലെ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളം ശേഖരിച്ച ആരോഗ്യവകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതരുടെ അനുമതിയോടെ പരിശോധന നടത്തുവാനായിരുന്നു തീരുമാനം. കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നില്ലെന്ന് തെളിഞ്ഞാൽ സ്ഥാപനം തുറക്കാമെന്ന ധാരണയിലാണ് യോഗം പിരിഞ്ഞത്. ഇതോടെ മാസങ്ങളായുള്ള ബീരിച്ചേരി മത്സ്യവിപണന കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരമാവുമെന്ന പ്രതീക്ഷ നാട്ടുകാരിലുണ്ടായി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VK ബിജുകുമാർ, ചന്തേര SI KP സതീഷ്, ബീരിച്ചേരി ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഭാരവാഹികളായ ഫായിസ് ബീരിച്ചേരി, VPP ഷുഹൈബ്, മത്സ്യവിപണന കേന്ദ്രം ഉടമകളായ P മഹമ്മൂദ്, B ജാഫർ, PK ഖമറുദ്ദീൻ എന്നിവർക്കൊപ്പം അർഷാദ് പുതിയ തെരു, VC സലാം എന്നിവരും പങ്കെടുത്തു. തീരുമാനപ്രകാരം വെള്ളിയാഴ്ച ഉച്ചയോടെ ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിഷേധ കൂട്ടായ്മ ഭാരവാഹികളുടെയും മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പരിസരത്തെ വീടുകളിലെ കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ഉർമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time.
Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് വടംവലി ചാമ്പ്യൻഷിപ്പ് നടന്നു. വാശിയേറിയ വടംവലി മത്സരത്തിൽ മുന്നാട് പീപ്പിൾസ് കോളേജ് ജേതാക്കളായി. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് പുരുഷ വനിതാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ പീപ്പിൾസ് കോളേജ് മുന്നാട് ചാമ്പ്യന്മാരായി. ഫൈനൽ മത്സരത്തിൽ സി പുരുഷ വിഭാഗത്തിൽ മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടിയെയും വനിതാ വിഭാഗത്തിൽ ഡോൺ ബോസ്കോ അങ്ങാടിക്കടവിനെയുമാണ് പീപ്പിൾസ് കോളേജ് പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗത്തിൽ ഗവൺമെന്റ് കോളേജ് കാസർഗോഡും പുരുഷ വിഭാഗത്തിൽ ഡോൺ ബോസ്കോ അങ്ങാടിക്കടവ് 3ാം സ്ഥാനങ്ങൾ നേടി. ഇരു വിഭാഗത്തിലും നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിനാണ് 4ാം സ്ഥാനം. 22 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ദേശീയ കബഡി താരവും സ്വർണ്ണ മെഡൽ ജേതാവുമായ ജഗദീഷ് കുമ്പള മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാല കായിക വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KV അനൂപ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് C രാമചന്ദ്രൻ, M അനന്തൻ, അക്കാദമിക് കൗൺസിൽ അംഗം പ്രൊഫസർ P രഘുനാഥ്, ഡോക്ടർ MC രാജു, പ്രവീൺ മാത്യു, വിജയൻ പായം, E രാഘവൻ, സുരേഷ് പയ്യാനം, M ലതിക, KV സജിത്, M വിനോദ് കുമാർ, M സുരേന്ദ്രൻ,
കോളേജ് യൂണിയൻ ചെയർമാൻ അഭിനന്ദ് എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ, പീപ്പിൾസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CK ലൂക്കോസ്, കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ K സുകുമാരൻ, സജിത് പലേരി, EK രാജേഷ്, അബ്ദുൾ ഖാദർ, ബംഗളം അനിൽ എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു. വടംവലി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രതീഷ് വെള്ളച്ചാൽ, മനോജ് അമ്പലത്തറ, വാസന്തി ടീച്ചർ കുണ്ടംകുഴി, ഹരിപ്രിയ മീങ്ങോത്ത്, ഗംഗ കൃപേഷ് എന്നിവർ മത്സരം നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2 പതിറ്റാണ്ടായി തൃക്കരിപ്പൂർ ചെറുകാനം ഗ്രാമത്തിൽ പ്രവർത്തിച്ചു വരുന്ന ജനക്ഷേമ സമിതി വായനാശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് നിർമ്മിച്ച കെട്ടിടോദ്ഘാടനം ജനുവരി 18 നടക്കും. ചെറുകാനത്ത് നടക്കുന്ന ചടങ്ങിൽ അടൽജി സ്മൃതി മന്ദിരം കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു ഉദ്ഘാടനം ചെയ്യും. സാഹിത്യം ഉൾപ്പെടെ വിവിധ ശാഖകളിലെ 8000-ൽ പരം പുസ്തകങ്ങളുമായി പ്രവർത്തിച്ചു വരുന്ന ജനക്ഷേമ സമിതി ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം ജനുവരി 18 തുറക്കും. മുന്നോടിയായി വൈകുന്നേരം 4 മണിക്ക് തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും ചെറുകാനത്തേക്ക് സാംസ്കാരിക ഘോഷയാത്ര നടക്കും. തുടർന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു മഹാശോഭയാത്ര, ഘോഷയാത്ര നടക്കുന്നത്. ആ ഘോഷയാത്രയിൽ വിവിധ തരങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പരിപാടിയായിരുന്നു. വേണ്ട അംഗീകാരം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാക്കുന്നതാണ് പറയാനുള്ളത്. അതിൽ പങ്കെടുക്കുന്നത് കേസരിയിലെ പത്രത്തിനായിട്ടുള്ള ഡോക്ടർ NR മധു എന്നാണ്. അയാൾ സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്, വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ് NR മധു എന്ന് പറയുന്നത്. ഗ്രന്ഥാലയത്തിന്റെ പ്രഥമ പ്രസിഡന്റ് C കുഞ്ഞിക്കണ്ണന്റെ ഫോട്ടോ അനാച്ഛാദനം ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് P വേണുഗോപാലൻ നിർവഹിക്കും. ലൈബ്രറി കൗൺസിൽ മുൻ ജില്ലാ പ്രസിഡന്റ് P അംബു മാസ്റ്ററെ ആദരിക്കും. രാത്രി 8 മണിക്ക് ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറും. ജനുവരി 19 വൈകുന്നേരം 5 മണിക്ക് അങ്കണവാടി കലോത്സവം നടക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സായാഹ്നം RSS പ്രാന്തീയ കാര്യകാരി സദസ്യൻ വത്സൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്യും. രാത്രി 7-ന് വനിതാവേദിയും ബാലവേദിയും വിവേകാനന്ദ ക്ലബ്ബും ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ അരങ്ങിലെത്തും. സ്വാഗത സംഘം ചെയർമാൻ KV മോഹനൻ, ജനറൽ കൺവീനർ K രാജീവൻ, E രാമചന്ദ്രൻ, K ശശിധരൻ, ഷൈജ രത്നാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരളത്തിൽ ആദ്യമായി ജയിലിലെ താമസക്കാർക്കായി സുംബ പരിശീലനം പരിപാടി സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് കാസർഗോഡ് ജില്ലാ ജയിൽ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുമായി ചേർന്ന് ജയിൽ താമസക്കാരുടെ മാനസികാരോഗ്യത്തിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സുംബ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ജയിലിലെ താമസക്കാർക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനുമാണ് ഹോസ്ദുർഗ് കാസർഗോഡ് ജില്ലാ ജയിൽ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുമായി ചേർന്ന് സൂംബ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ചെയർമാൻ മോഹൻദാസ് വയലാങ്കുഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജയിൽ സൂപ്രണ്ട് സൂരജ് VV അധ്യക്ഷത വഹിച്ചു. താജ് ബേക്കൽ റിസോർട്ട് ആൻഡ് സ്പാ കാസർഗോഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ബിജു ആന്റണി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് ജയിൽ ഓഫീസർ ജയാനന്ദൻ U സ്വാഗതവും അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് നോബി സെബാസ്റ്റ്യൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു.
ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം മാർച്ച് 4 മുതൽ 9 വരെ തീയതികളിൽ നടക്കും. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിൽ മാർച്ച് 4 മുതൽ 9 വരെ തീയതികളായാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടന്ന ദേശീയ ചരിത്ര സെമിനാർ കുമ്മണാർ കളരിയിൽ വെച്ചാണ് നടന്നത്. കുമ്മണാർ കളരി ആചാരസ്ഥാനികരുടെ കാർമ്മികത്വത്തിൽ നടന്ന ദീപപ്രജ്വലനത്തോടുകൂടി ആരംഭിച്ച സെമിനാറിൽ വേദ ജയൻ പ്രാർത്ഥന ആലപിച്ചു. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KV മുരളി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കളരിപാതക്കൽ ഭഗവതി ക്ഷേത്രത്തിനടുത്താണ്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ കളരി, ഇപ്പോഴും അവിടെ കളരി തുടർന്നുകൊണ്ടിരിക്കുന്നുള്ള സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. കളരി എന്നത് ശരിക്കും മനസ്സിലും അല്ലെങ്കിൽ രക്തത്തിലടക്കം അലിഞ്ഞു ചേർന്ന പോലെയുള്ള ഒരു പ്രതീതിയാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ധൈര്യം. കുമ്മണാർ കളരിനെ കുറിച്ച് ഞാൻ അധികമൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും എത്രയോ കാലം മുന്നേ, അല്ലെങ്കിൽ നമുക്കൊരു 3000 വർഷങ്ങൾക്ക് വേണമെങ്കിൽ പിറകിലേക്ക് പോകാൻ കഴിയും തോന്നും. ഞാനൊരു ഊർജതന്ത്ര അധ്യാപകനാണ്. ചരിത്ര അധ്യാപകരും ഗവേഷകരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വേദിയാണ്. അതുകൊണ്ട് ഞാൻ ചരിത്രത്തിലേക്ക് അധികം കിടക്കുന്നില്ല. പക്ഷേ എനിക്കൊന്ന് ആയോധന കലകളിൽ ഒരു മാതൃസ്ഥാനം നൽകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് നമ്മുടെ കളരിപ്പായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കണ്ണൂർ മേഖലകളിലൊക്കെ ഒരുപാട് അഭ്യാസം ഇപ്പോഴും കുഞ്ഞു തലമുറ മുതൽ നമ്മുടെ നേരത്തെ പ്രാർത്ഥനാ ഗീതം ചൊല്ലിയ കൊച്ചു കൂട്ടുകാരിയെ പോലെ ഊർജ്ജസ്വലയായിട്ടുള്ള
കുട്ടികൾ മുതൽ വളരെ മുതിർന്നവർ വരെ ഇപ്പോഴും കളരി അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ആദ്യം തന്നെയുള്ളൊരു അപേക്ഷ, നമുക്ക് ഈ കളരിയെ വീണ്ടും സജീവമാക്കാൻ കഴിയില്ലേ എന്നുള്ളതാണ്. അതെനിക്ക് ഒരു അപേക്ഷയായിട്ട് മുന്നോട്ട് വെക്കുകയാണ്. നമുക്ക് കഴിയണം എന്നുള്ളത്. കാരണം കളരിപ്പയറ്റ് തരുന്ന ഒരു ഊർജം അത് ശരിക്കും വേറിട്ടൊന്നും തന്നെയാണ്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമുക്ക് കിട്ടുന്ന ഊർജം എന്ന് പറയുന്നത് ആ ഒരു ആത്മവിശ്വാസം നൽകുന്നത് വളരെ വലുതാണ്. പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അധ്യക്ഷത വഹിച്ചു. കുമ്മനാർ കളരി രക്ഷാധികാരി K നാരായണൻ, കുമ്മനാർ കളരി പ്രസിഡന്റ് K വേണുഗോപാലൻ, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്രാധ്യാപകൻ KV ജയൻ, ശ്രീ കേണമംഗലം കഴകം പ്രസിഡന്റ് P കുഞ്ഞികൃഷ്ണൻ എന്നിവർ സെമിനാറിൽ സംബന്ധിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ C ബാലൻ, കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ സതീഷ് പാലങ്കി, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ കോറോത്ത് എന്നിവർ പ്രബന്ധാവതരണം നടത്തി. കുമ്മനാർ കളരി സെക്രട്ടറി K ബാബു നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻ സത്യക്കഴകം കണ്ണച്ചൻ വീട് തറവാട് കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. 2 ദിവസങ്ങളിലായി നടന്നുവന്ന മടിയൻ സത്യകഴകം കണ്ണച്ചൻ വീട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ പരിസമാപ്തിയായി. ആയതുകൊണ്ട് അതൊക്കെയും നല്ല രീതിയിൽ തന്നെ ചെയ്ത് മുകളേറ്റം വന്ന് അല്ലെ ഇനി ശുദ്ധി കലശങ്ങളും അനുഭവങ്ങളെല്ലാം ചെയ്തു പോരാനുണ്ടോ? ക്ഷേത്രപാലകൻ അനുഭവത്തിൽ ഉണ്ടല്ലോ. അങ്ങനെ അതിന് കാലങ്ങളും അനുഭവങ്ങളല്ലോ ഇല്ലേ? അനേകം വൈകിപ്പിക്കുന്നുണ്ടല്ലോ. കലശ മഹോത്സവത്തിന് മുമ്പേ ഉണ്ടോ? കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അഞ്ഞണങ്ങുംബോധം, രക്തജാതൻ, അടുക്കത്ത് ചാമുണ്ടി, വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങൾ കളിയാട്ട മഹോത്സവത്തിന്റെ പങ്കാളികളാവാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും കഴകത്തിൽ എത്തിച്ചേർന്നു. അന്നദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. പ്രശസ്ത ഗായകൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി വർണ്ണാഭമായ കലാപരിപാടികളോടെയാണ് അജാനൂർ ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. വാർഷികാഘോഷ പരിപാടി പ്രശസ്ത ഗായകൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മെഡിസിൻ കൂടിയാണ് ഒരു പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ. 5-6 വർഷമായി ഈ കൊറോണയുടെ രൗദ്രതാണ്ഡവത്തിൽ അകപ്പെട്ട് ഞാനും നിങ്ങളൊക്കെ ഇപ്പോഴും വായുമൂടി കെട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്തിരിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഉണ്ടാകുന്ന വിഭ്രാന്തി എന്തുകൊണ്ടാണ് നമുക്കുണ്ടാകുന്നത്? ദേഷ്യം പിടിക്കുക എല്ലാവരിലും ഉണ്ടാകുന്നതാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ ഈ വിഭ്രാന്തി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്ലഡിൽ പാടില്ലാത്ത കോർട്ടിസോൾ എന്നൊരു സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രാസമാറ്റങ്ങളിലൂടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നതുകൊണ്ടാണ് ഈ വിഭ്രാന്തി നമുക്കുണ്ടാകുന്നത്. അതിഷ്ടമല്ലാത്ത സ്പർശം, ഇഷ്ടമല്ലാത്ത രുചി, ഇഷ്ടമല്ലാത്ത കേൾവി, ഇഷ്ടമല്ലാത്ത കാഴ്ച, ഇതൊക്കെ നമുക്ക് വിഭ്രാന്തി ഉണ്ടാകും. നമ്മളെ മക്കളിപ്പോൾ 5-6 മണിക്കൂർ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മടുപ്പ് വരും. അവർക്ക് വിഭ്രാന്തി വരും. പുസ്തകം വലിച്ചത് ഉമ്മേനെ ചീത്ത പറയും, ഉപ്പേനെ ചീത്ത പറയും, എല്ലാവരും ചീത്ത പറയും ഒക്കെ. അത് വിഭ്രാന്തിയാണ്. പക്ഷേ ഈ സമയത്ത് ഒരു പാട്ട് കേട്ടാൽ അല്ലെങ്കിൽ ഒരു നൃത്തം കണ്ടാൽ
ഒരു ചിത്രം കണ്ടാൽ മറ്റൊരു ഡപ്പാമൈൻ ഹോർമോൺ പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ആദ്യത്തെ സബ്ഡ്യൂ ചെയ്ത് ഇല്ലാതാക്കുകയാണ്. അപ്പോഴാണ് നമ്മൾക്ക് സമാധാനം കിട്ടുന്നത്. അപ്പോൾ സംഗീത നൃത്താദി കലകളെല്ലാം തന്നെ ഒരു മെഡിസിൻ കൂടിയാണ്. സത്യമാണ്. നിങ്ങൾ പാഠ്യ വിഷയങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. 5-6 മണിക്കൂർ പുസ്തകം നിങ്ങൾ വായിച്ച മടുപ്പ് തോന്നുമ്പോൾ ഒരു പാട്ട് കേൾക്കുക, ഒരു പാട്ട് പാടുക, ഒരു 3 മിനിറ്റ് ഒരു ചിത്രം വരയ്ക്കുക, ഒരു ശില്പം ഉണ്ടാക്കുക, ഒരു നൃത്തം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക. എന്തൊന്നും ആവുമ്പോൾ പഠിക്കാനുള്ള മോട്ടിവേഷൻ കൂടുകയാണ്. ഞാനൊക്കെ പണ്ട് കാലത്ത് ആ ഓലപ്പുരയിൽ താമസിക്കുന്ന സമയത്ത് പാട്ടിലൂടെയാണ് സൂത്രങ്ങൾ ഇതൊക്കെ വായിച്ച് പഠിച്ചത്. എനിക്ക് A+B² = A² + 2AB + B² ആയിരുന്നു ഞാനത് പഠിച്ചത്. A+B² = എന്നെ പഠിപ്പിച്ച നന്ദിനി ടീച്ചർ എന്നോട് ചോദിക്കുന്നു, A+B² = പ്ലീസ് ആൻസർ. A+B² ഇങ്ങനെ പറഞ്ഞു. ആദ്യം എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായി, ഒരു ട്യൂണുണ്ടായി. എങ്ങനെയാണ്? A+B² = A² + 2AB + B². A - B² = A² - 2AB + B². ഞാനിങ്ങനെ കൂട്ടണം വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഈ സംഗീത നൃത്താദി കലകളിൽ നിങ്ങൾക്ക് പാഠ്യ വിഷയങ്ങൾക്ക് ഒരു സഹായം കൂടിയാണ്. ഒരു സിദ്ധി ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ചെയർമാൻ അഷ്റഫ് MBM അധ്യക്ഷത വഹിച്ചു. മാനേജർ PK അബ്ദുള്ള കുഞ്ഞി, ട്രഷറർ C കുഞ്ഞബ്ദുള്ള, C മുഹമ്മദ് കുഞ്ഞി, K അബ്ദുൽ ഖാദർ, EK മൊയ്തീൻ കുഞ്ഞി, PTA പ്രസിഡന്റ് UV ബഷീർ, A ഹമീദ് ഹാജി, CH അഹമ്മദ് കുഞ്ഞി ഹാജി, BM മുഹമ്മദ് കുഞ്ഞി, സുറൂർ മൊയ്തു ഹാജി, PM അസൈനാർ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി TP അഷിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. 20 വർഷത്തിൽ കൂടുതൽ സ്കൂളിൽ സേവനം ചെയ്തു വരുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള ഉപഹാരവും കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രിൻസിപ്പൽ A സൈഫുദ്ദീൻ സ്വാഗതവും സ്കൂൾ ലീഡർ സവദാസ്നിയും നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടകയിൽ വീണ്ടും തോക്ക് ചൂണ്ടി വൻ കവർച്ച. മംഗളൂരു KC റോട്ടിലെ കോട്ടക്കാർ സഹകാരി ബാങ്കിൽ നിന്നും മുഖംമൂടി ധരിച്ചെത്തിയ ആയുധധാരികളായ സംഘം 12 കോടിയോളം രൂപയുടെ സ്വർണവും പണവും കൊള്ളയടിച്ചു. സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കാഴ്ച സാംസ്കാരിക വേദിയുടെ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പുരസ്കാര വിതരണം നിർവഹിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ പുല്ലൂർ പെരിയ ഡിവിഷൻ കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മലിനീകരണ പ്രശ്നം ചൂണ്ടിക്കാട്ടി തൃക്കരിപ്പൂർ ബീച്ച് ഏരിയയിലെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ 4 മാസമായി അടഞ്ഞുകിടക്കുന്ന ബീച്ച് ഏരിയയിലെ മത്സ്യവിപണന കേന്ദ്രത്തിന്റെ പേരിലുള്ള തർക്കത്തിന് പരിഹാരമാവുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് വടംവലി ചാമ്പ്യൻഷിപ്പ് നടന്നു. വാശിയേറിയ വടംവലി മത്സരത്തിൽ മുന്നാട് പീപ്പിൾസ് കോളേജ് ജേതാക്കളായി. 2 പതിറ്റാണ്ടായി തൃക്കരിപ്പൂർ ചെറുകാനം ഗ്രാമത്തിൽ പ്രവർത്തിച്ചു വരുന്ന ജനക്ഷേമ സമിതി വായനശാല ഗ്രന്ഥാലയത്തിന് നിർമ്മിച്ച കെട്ടിടോദ്ഘാടനം ജനുവരി 18-ന് നടക്കും. കേരളത്തിൽ ആദ്യമായി ജയിലിലെ താമസക്കാർക്കായി സുംബ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം മാർച്ച് 4 മുതൽ 9 വരെ തീയതികളിൽ നടക്കും. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. മടിയൻ സത്യക്കഴകം കണ്ണച്ചൻ വീട് തറവാട് കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.